അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഡിഷായിട്ടാണ് വന്നത്. പിന്നെ എന്താ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിഷ് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ കോളിഫ്ലവർ, ഒരു കോളിഫ്ലവറിൻ്റെ ഗ്രേവി. അതായത് കോളിഫ്ലവർ നല്ലോണം ക്ലീൻ ചെയ്യണം, നല്ലോണം ചൂടുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. എന്നിട്ട് ക്ലീൻ ചെയ്തെടുത്ത കോളിഫ്ലവറാണിത്. കോളിഫ്ലവർ ഞാനങ്ങനെ കഷ്ണമായിട്ട് ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയിട്ടുണ്ട്. കോളിഫ്ലവർ നല്ലോണം ക്ലീൻ ചെയ്യണം. കോളിഫ്ലവറിൽ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ നിർബന്ധമായിട്ട് ഇട്ട് വെക്കണം. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ക്ലീൻ ചെയ്ത കോളിഫ്ലവറാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: പച്ചമുളക്, ഇഞ്ചി, തക്കാളി, സവാള. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു അയലയും കൂടി ഫ്രൈ ചെയ്യാം. അയല ഒരു മീഡിയം സൈസ് അയലയാണ്, ഒരുപാട് വലിയ അയലയൊന്നുമല്ല, ഒരു മീഡിയം സൈസ്. അതിനെ ഞാൻ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. മഞ്ഞൾ മുളക് ഉപ്പിട്ട് വെച്ചതാണ്. അതൊരു ഭാഗത്തുനിന്ന് ഫ്രൈയും ചെയ്യാം. ഇവിടെ നിന്ന് കോളിഫ്ലവറിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഗ്യാസ് കത്തിക്കാം. കോളിഫ്ലവറിൻ്റെ ഗ്യാസ് കത്തിച്ചു. നമ്മളെ അയല ഫ്രൈൻ്റെ ഗ്യാസ് കത്തിച്ചു. ഓക്കെ, നമുക്ക് 2 കിലോ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിക്കാം. ഫസ്റ്റ് ഫിഷ് ഫ്രൈൻ്റെ ഓയിൽ, കോളിഫ്ലവറിൻ്റെ ഓയിൽ, ഫിഷ് ഫ്രൈൻ്റെ ഓയിൽ നമുക്ക് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എണ്ണ ചൂടാവട്ടെ. 2ൻ്റെ എണ്ണ ചൂടാവട്ടെ. 2 പാനിലെ എണ്ണ ചൂടാവട്ടെ. നമ്മളെ കോളിഫ്ലവറിന് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവറിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവാള വഴറ്റും. സവാള നല്ലോണം വഴന്ന് വരട്ടെ. സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. സവാള നല്ലോണം വഴങ്ങട്ടെ. ഇത് നമ്മുടെ മീൻ ഫ്രൈൻ്റെ എണ്ണ ചൂടായി. നമുക്ക് ഫിഷ് അയിലേക്ക് ഇടാം. ഞാനൊരു മീഡിയം സൈസ് അയിലെടുത്ത് ചെറുതാക്കി കഷ്ണാക്കിയതാണ് ഇത്. നമ്മൾ സവാള ഇവിടെ ഇങ്ങനെ വഴകട്ടെ. ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു നല്ലോണം വഴകി വരട്ടെ. ഫിഷ് ഇവിടുന്ന് ഒരു ഭാഗം ഫ്രൈ ആകട്ടെ. ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ശരിയാണ്. കോളിഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൽ കുറച്ച് പൊടികൾ നമുക്ക് ചേർക്കാനുണ്ട്. അത് കോളിഫ്ലവർ ഉരുട്ടാൻ ശേഷം നമ്മൾ ചേർക്കും. ഇത് രണ്ടും ഇവിടുന്ന് സവാള ഇവിടുന്ന് നല്ലോണം വഴന്ന് വരട്ടെ. മീൻ ഫ്രൈ ഒരു ഭാഗം ഫ്രൈ ആവും. ഓക്കെ,
അപ്പോൾ നമ്മളെ ഫിഷ് ഫ്രൈ ഞാൻ തിരിച്ചിട്ടു. നമുക്ക് സവാള ഏകദേശം നല്ലോണം ഇങ്ങനെ പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് ഇട്ടു. അതിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറട്ടെ. അതിൻ്റെ പച്ചച്ചോയ മാറുമ്പോൾ തന്നെ നമുക്ക് സവാള ഇടാം. തക്കാളി ഇടാം. സവാളയല്ലേ, തക്കാളി ഇടാം. സവാള നമ്മൾ ആദ്യം ഇട്ടു. സവാള നല്ലോണം വഴന്നു വന്നു. അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ഇട്ടു. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടു. എന്നോട് സവാള ആയിപ്പോയിട്ടുണ്ട്. തക്കാളി ഇട്ടു. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടാൽ അറിയാലോ അല്ലേ തക്കാളിയാണ്. എന്നോട് തക്കാളി എപ്പോഴും മാറി. ഇത് എല്ലാം കൂടി നന്നായി പാകാവട്ടെ. നമ്മളെ ഇഞ്ചിയും പച്ചമുളകും സവാള ആദ്യം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം നമ്മളിപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം ഉണ്ടാവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. നമ്മളെ ഫിഷിനെ മറന്നു പോയിട്ട് നമ്മളെ ഫിഷ് ഫ്രൈ അവിടെ നിന്നാവുന്നുണ്ട്. ഒരു ഭാഗം ഞാൻ തിരിച്ചിട്ടു. ഈ ഭാഗം കൂടി ഒന്ന് റെഡിയായ പിന്നെ മറ്റേ വലിയ കഷ്ണം അല്ലാത്തതുകൊണ്ട് ചെറിയ കഷ്ണം ആയതുകൊണ്ട് തന്നെ ഇത് വേഗം ഫ്രൈ ആവും. തക്കാളി നല്ലോണം ഇതിലേക്ക് അലിഞ്ഞ് ചേരട്ടെ. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള പൊടി എന്ന് പറയുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ചേർക്കണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അത് കൂടാതെ നമ്മൾ 2 കെച്ചപ്പ്, ചെറിയ കെച്ചപ്പില്ലേ, തക്കാളിൻ്റെ 2 കെച്ചപ്പും ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഈ ഗ്രേവിക്കൊരു പ്രത്യേകത. എളുപ്പമാണ്, പെട്ടെന്ന് കഴിയും. എല്ലാവരും ചെയ്ത് വെക്കാൻ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും എൻ്റേതായ സ്റ്റൈലിൽ നിങ്ങളൊന്ന് ചെയ്ത് വെക്കാം. നമ്മളെ ഫിഷ് ഈ ഭാഗമായി നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ച് ഒന്നുകൂടി ഒന്ന് മുരിയട്ടെ. നമ്മളെ തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ടായിരുന്നു. തക്കാളിയിലേക്ക് നല്ലോണം പിടിച്ചു, സവാള നല്ലോണം വഴി. നമുക്ക് നമ്മുടെ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി ഒരു ആവശ്യത്തിന് ഒരു ഏകദേശം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു കുറച്ച് മല്ലിപ്പൊടി, ഇതിലേക്ക് നമ്മൾ ഈ സവാള ആദ്യം നല്ലോണം വഴറ്റി അതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടു, ഉപ്പ് ചേർത്തിരുന്നു. ഇനി നമ്മൾ 2 സിംഗിൾ പാക്ക് കെച്ചപ്പില്ലേ, ഈ 2 കെച്ചപ്പ് ഇതിലേക്ക് ചേർക്കും. തക്കാളിയിലാണ് ടൊമാറ്റോ സോസ്.
ടൊമാറ്റോ സോസിൻ്റെ കുഞ്ഞി പാക്ക്, സിംഗിൾ പാക്ക് 2. നിങ്ങൾ ബോട്ടിൽ നിന്ന് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഒരു അളവാകുമ്പോൾ സിംഗിൾ പാക്ക് 2 എണ്ണം. ഓക്കെ, നമ്മൾ ഫിഷ് ഫ്രൈ ഇവിടുന്ന് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശമായി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫിഷ് ഫ്രൈ ഏകദേശമായി ഗ്യാസ് ഓഫ് ചെയ്തില്ല. ഇനി പാൻ നിന്ന് മൂടിയിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സിംഗിൾ പാക്ക്. നമ്മളിതിലേക്ക് സിംഗിൾ പാക്ക് ടൊമാറ്റോയുടെ സോസ് നന്നായിട്ട് ഇറക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ, മെയിനായിട്ടുള്ള കോളിഫ്ലവറിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഉപ്പ് നോക്കണം, ഉപ്പ് പാകാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തു. നമുക്ക് കൂട്ടിയിടാം. എന്നിട്ട് നമുക്ക് നമ്മൾ കോളിഫ്ലവർ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കോളിഫ്ലവർ നമ്മൾ ആദ്യം വേവിച്ചിട്ടൊന്നുമില്ല, ഇതിൽ നിന്ന് തന്നെ വേണോ. നമ്മുടെ കോളിഫ്ലവറിൻ്റെ വേവ് ആദ്യം നമ്മൾ കണക്കിലെടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം വേവട്ടെ. കോളിഫ്ലവർ നല്ലോണം വേവട്ടെ. വെന്തിട്ടില്ല അത്ര ടേസ്റ്റ് ഉണ്ടല്ലോ. എന്ന് ഞാൻ ശരിക്കൊന്ന് നല്ലോണം വേവ് തന്നെ വേണം. ഈ നമ്മളിട്ട മസാല ഇതിലെല്ലാം കൂടി ആ സോസും ഒക്കെ ഒന്ന് പിടിച്ച് നല്ലോണം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാനേ ഉള്ളൂ. ഫിഷ് ഫ്രൈ ഏകദേശമായി. നമ്മളെ കോളിഫ്ലവർ ഇവിടുന്ന് വെന്തുകൊണ്ട് വെക്കും. ഇത് രണ്ടും ഫിഷ് ഫ്രൈ ആയി, കോളിഫ്ലവർ ആയിട്ടുണ്ട്. ആവട്ടെയാണ്. അപ്പം നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഗ്രേവി ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. കോളിഫ്ലവർ വെന്ത് സോസും തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ഇതിലേക്ക് പിടിച്ച് നമ്മളെ പൊടിയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി പോലെയല്ലേ, ഒരു കോളിഫ്ലവർ കൈ വെച്ചുള്ള ഒരു ചെറിയൊരു ഗ്രേവി വെച്ചിട്ട് ഇത് നമുക്ക് ചപ്പാത്തിക്ക്, പൊറാട്ടയ്ക്ക്, പത്തിരിക്ക് ഒക്കെ കൂട്ടാൻ, എല്ലാത്തിനും കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ 2 ഐറ്റമായി. ഫിഷ് ഫ്രൈ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്തിരുന്നു, അത് സെറ്റായി. നമ്മൾ കോളിഫ്ലവറിൻ്റെ ചെറിയൊരു ഗ്രേവി പോലത്തെ കോളിഫ്ലവർ റെഡിയായി. നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ടയൊക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഡിഷ് കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈയും ഫിഷ് ഫ്രൈ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.